ഞാൻ മൂലധനം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വോളിയം 1 ഒരു ഇതൊക്കെ കടിച്ചു പിടിച്ച് വായിക്കുകയും ആ ബുക്ക് ഞാൻ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഐ മീൻ അത് ആ സെയിം ബുക്ക്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഫുട് നോട്ടും കാര്യമൊക്കെ ഉള്ളൊരു ഫാമിലി ബൈബിൾ എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് അബ്രിഡ്ജ് ചെയ്ത് എഴുതാൻ തോന്നാൻ കാരണം ഞാൻ റോസ ലക്സംബർഗിൻ്റെ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഒന്ന് അബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിച്ചു. അത് കേരളത്തിൽ ആരും വായിച്ചിട്ടില്ല, തർജ്ജമയും ചെയ്തിട്ടില്ല. അത് ചെയ്യാനുള്ള കാരണം ഞങ്ങൾ CMP എന്നുള്ള നിലയ്ക്ക് റോസ ലക്സംബർഗിനെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ആളായിട്ട്, മാർക്സിസ്റ്റ് ലീഡറായിട്ട് എടുക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട മാർട്ടിയറും കൂടിയാണല്ലോ. മാർട്ടിയർ ആയതുകൊണ്ട് മാത്രമല്ല, ലെനിനോട് ജനാധിപത്യത്തിൻ്റെ പേരിൽ കലഹിച്ച ഒരു മാർക്സിസ്റ്റ്. ആ തോട്ട് ലെവലിൽ ഏറ്റവും വലിയ മാർട്ടിയറുമായിരുന്നു. മാർട്ടിയറുമായിരുന്നല്ലോ, കൊണ്ട് ഏറ്റവും വലിയ മാർട്ടിയറാണ്, സ്ത്രീയാണ്. അപ്പം അങ്ങനെ ലക്സംബർഗിൻ്റെ ജീവചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ അത് വളരെ ഷോർട്ടാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് വളരെ പരത്തി എഴുതിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയാണ് ഈ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലും കൂടെ പാർട്ട് 2 ആയിട്ട് സമ്മറൈസ് ചെയ്യാം. ഒരു ചെറിയൊരു പുസ്തകം, ഒരു 140 പേജ് വരുന്ന ഒരു പുസ്തകം എഴുതി. അത് എഴുതിയപ്പോൾ ഈ മാർസിൻ്റെ ക്യാപിറ്റലിനെ കുറിച്ച് റോസ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ എഡിറ്റ് ചെയ്യപ്പെടണമായിരുന്നു. 2ാം വോളിയം പ്രത്യേകിച്ചും കുറേ നോട്ട്സും മാതിരിയാണ്. അവർക്ക് ആരോടും മയമൊന്നുമില്ല. അവർക്ക് ലെനിനോട് മാത്രമല്ല, മാർസിനോടും മയമില്ലാതെ തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഈ മൂലധനം ഒന്നും കൂടെ പരിചയപ്പെടുത്തിയാലോ. പിന്നെ ടു ബി വെരി ഫ്രാങ്ക്, മാർസിൻ്റെ വോളിയം 1 ഭയങ്കര ഒരു ക്ലാസിക്കാണ്, ഒരു സാഹിത്യ സൃഷ്ടിയാണ്. പക്ഷേ റോസയുടെ പുസ്തകം ഒരു ബ്യൂട്ടിഫുൾ തിസിസാണ്. അതിൽ നോ നോൺസെൻസ്, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അതൊന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ച് ഞാൻ DC ബുക്സിനോട് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ലെറ്റർ തന്നു. ഞാൻ ലെറ്റർ വേണമല്ലോ, ലെറ്ററൊക്കെ തന്നു. അവരൊന്നും അത് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഈ സമയത്ത് എനിക്കൊരു സർജറി വേണ്ടി വന്നു, ഒരു ഗോൾ ബ്ലാഡർ റിമൂവൽ. അത് കഴിഞ്ഞ ഉടനെ കോവിഡും വന്നു. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങ് എഴുതാൻ. പക്ഷേ ഈ പരിചയം ഉണ്ടല്ലോ, മറ്റേ ഈ റോസ ചെയ്ത പരിചയം ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ വേറെ വലിയ വായനകളോ റെഫറൻസുകളോ ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് പേജ് ബൈ പേജ്, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ്. അപ്പോൾ മറ്റേ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ചാപ്റ്ററും വായിക്കുക. അപ്പോൾ അതൊരു വോയേജാണ്, ഒരു ജേണിയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക്, മലയാളി വായനക്കാർക്ക് ഈ അതിൻ്റെ ഒറിജിനൽ വായിക്കാൻ, ഇനി മലയാളം ഒറിജിനൽ തന്നെ വായിക്കാൻ ഒരു സഹായം വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനാണ് എനിക്ക് നന്ദി എന്ന് പറഞ്ഞത്. അതെ, അത് PMS ഒക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ പുസ്തകം വെച്ചിട്ട്. പ്രത്യേകിച്ച് മാനിഫെസ്റ്റോ ഒക്കെ വെച്ച് ചാപ്റ്റർ ബൈ ചാപ്റ്റർ. അദ്ദേഹം ടീച്ചറും കൂടിയാണ്. അതൊക്കെ ഇരുന്ന് ആ ദിവസം വേറെ വലിയ പണിയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ പാർട്ടി സ്കൂളുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അതായത് PTR, പിന്നെ സുർജിത്ത്, ബസവ മുന്നയ്യ, ഇവരൊക്കെ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് അവർ പിന്നെ ക്ലാസ് ബൈ ക്ലാസ് അവരെടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് മലയാളത്തിനൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹരമായി. പക്ഷേ ഇറ്റ് ടുക്ക് ഇയേഴ്സ്, വർഷങ്ങളെടുത്തു. 2nd വോളിയം കൂടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രിയും 3rd വോളിയത്തിൻ്റെ 14ാം അധ്യായത്തിൻ്റെ ഒരു പേജ് എഴുതി. 2ാം വോളിയം ഇപ്പോൾ വന്നു. 2026 ജനുവരി ആകുമ്പോഴേക്കും തരും.